ഹലോ, അസ്സലാമു അലൈക്കും. നുസൈബയുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇന്ന് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആണല്ലോ. മദ്രസ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക്, കോട്ടക്കൽ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നുസൈബൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് എന്നെനിക്കറിയാം. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. പിന്നെ മദ്രസ വിട്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ ആണ്ടായിരുന്നു. മൂത്താപ്പാൻ്റെ ആണ്ടിന് വേണ്ടി ഇന്ന് രാവിലെ അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ പണിക്കാരും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് കോട്ടക്കക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ യാത്ര പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പം പറയണ്ട് ഇന്ന് നിങ്ങൾ പോകുന്നു വേണ്ട. ഇതാ എൻ്റെ അപ്പ. അതാ ഇപ്പം നിങ്ങളിഞ്ഞും പോവാ. ഇനി എപ്പോഴും നിങ്ങൾ വരുപ്പാ? അപ്പോൾ ഞങ്ങളിന്ന് ചിലപ്പോൾ എറണാകുളം പോകും. എന്താ സഫ് മോളെ? അപ്പൊ ചിലപ്പോ ഇപ്പൊ ഞങ്ങൾ പോട്ടാ. ഇപ്പൊ പോവാണ്. വലൈക്കും അസ്സലാം. അപ്പോൾ ഇപ്പം പല ഡ്യൂട്ടിക്ക് വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മളെ റോഡൊക്കെ ഇവിടെ ആകെ പൊടി പാറി കിടക്കുന്നുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസിൻ്റെ ലൈനിനും വേണ്ടിയിട്ടും വെള്ള പൈപ്പിനൊക്കെ വേണ്ടിയിട്ട് കീറി JCB കൊണ്ടൊക്കെ കീറി അന്ന് ഞാൻ കാണിച്ചിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് പൊടിയൊക്കെ പാറി ആകെ അങ്ങോട്ട് കേട് വന്നിക്കണേ. അപ്പം അമ്മ നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ കയ്യിലിതാ ഇങ്ങനെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ചൂടോടുകൂടി തിന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. എറണാകുളത്ത് എന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹിതൻ്റെ ഓലവിടെ ഫ്ലാറ്റും കാര്യങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. അവർ ബിസിനസ്സും ഓല വീടൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വൈകിട്ട് പുറപ്പെടും. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഓല് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെങ്കുവെട്ടിയിൽ നിന്ന് കയറാമെന്നൊക്കെയാണ് വിചാരിക്കണത്. ഇൻഷാ അല്ലാ ഇപ്പോഴും ശരിക്കും ഒന്നും കൺഫേം ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ കാര്യം അവിടുന്ന് ഒന്ന് ഞങ്ങൾ എന്താ പറയുക തീരുമാനിച്ചിട്ടില്ലേനു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ നുസൈബാൻ്റെ വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാ വിടും. അപ്പോൾ നാളെ ഏതായാലും മദ്രസ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടപ്പോൾ ഒരു ടൂറ് പ്ലാനിങ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ നിങ്ങൾക്ക് അറിയില്ല. സഫമോള് ഇത് ആങ്ങളുടെ കുട്ടിയാണ്, അത് അനിയത്തിൻ്റെ കുട്ടിയാണ്. അപ്പോൾ നുസൈബയുടെ കഥ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും അവളിപ്പോൾ കുറച്ച് ഒരു ടെൻഷനുള്ളൊരു വാർത്തനെ അവൾ കേട്ടത്. കാരണം മറ്റൊന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ അവളെ ഫൈസൽ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് അവൾ കേട്ടത്. അത് എല്ലാവർക്കും നല്ല ടെൻഷനായിട്ടുണ്ടാവും. കാരണം അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കടക്കാൻ കുറച്ച് ദിവസം മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈമിനൊക്കെ ടെൻഷനായി കഴിഞ്ഞാൽ പുസ്തകം നോക്കാനും തൊടാനും ഒന്നിനും കഴിയൂല. അതുമല്ല ഓൾ പറഞ്ഞു, ഉമ്മ ഞാൻ ഇനി ക്ലാസ്സിന് തന്നെ പോകണില്ല എന്ന് പറഞ്ഞു. ഇനി എന്താണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുക, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഷമ്മാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷമ്മാസ് എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണല്ലോ. എല്ലാം കൊണ്ടും നല്ല സ്വഭാവത്തിനുടമയായ ഒരു ആൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം നുസൈബാക്ക് ഏറ്റവും അനുയോജ്യമായ ആൾ ഷമ്മാസ് തന്നെയാണെന്നുള്ളത്. ഇവിടുത്തെ സൗണ്ട് വെച്ചപ്പാട് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും റെക്കോർഡിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ ഇവിടെ എത്തിയാൽ വീഡിയോ കഴിയുന്നത് ഒഴിവാക്കുന്നത്. മൊത്തത്തിലൊരു സൈലൻ്റ് ഏരിയയാണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടത്. ഇവിടെ എത്തിയാൽ ആങ്ങളുടെ കുട്ടികളും അനിയത്തിൻ്റെ കുട്ടികളൊക്കെ എല്ലാം കൂടി ഭയങ്കര ഒച്ചപ്പാടാണ്. എല്ലാവർക്കും ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഷമ്മാസ് നുസൈബാനെ കല്യാണം കഴിക്കണം. അവർ ഫാമിലിയാണെന്നുള്ള കാര്യം ഷമ്മാസ് അറിയണം. എന്നിട്ട് അത് പെട്ടെന്ന് റെഡി ആവണം എന്നൊക്കെ. പക്ഷേ ഒരേ ഒരു സംശയം ഉണ്ട് നോക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ
നുസൈബ എന്ന് പറഞ്ഞ പെണ്ണ് എത്ര തന്നെയായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേര് പിന്നെന്താ, ആ ഒരു ആദ്യത്തെ വിവാഹം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് പേര് രണ്ടാം കെട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഒഴിവാക്കിയോള്, തീർത്ത് നിൽക്കണോള്, അങ്ങനെയൊക്കെയാണല്ലേ പേര് വരിക. അപ്പോൾ ഈ ഒരു പെൺകുട്ടിൻ്റെ കാര്യത്തിൽ ആ ഒരു പേര് വരുന്നുള്ളൊരു കാര്യം ഷുവറാണ്. എന്തൊക്കെ തന്നെയായാലും ഫ്രഷ് കല്യാണം കഴിയണ പോലെ ആവില്ല കേട്ടോ, ഒരിക്കലും അങ്ങനല്ല. ഒരിക്കലും ആദ്യത്തെ കല്യാണം പോലല്ലല്ലോ രണ്ടാമത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ. അത് എത്രയൊക്കെ തന്നെ ആയാലും അത് രണ്ടാം കല്യാണം, രണ്ടാം കെട്ടെന്നൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു വിവരം ഷമ്മാസ് അറിയുമ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചത് അറിയാതെയാണ് ഞാൻ മറ്റൊരുത്തൻ്റെ ഭാര്യയെ എൻ്റെ പെണ്ണാക്കാൻ ആഗ്രഹിച്ചതെന്നൊക്കെ അറിയുമ്പോൾ അപ്പോഴത്തെ ഒരു ചിന്താഗതി എന്തായിരിക്കും ഷമ്മാസിൻ്റെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. കാരണം നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഒരിക്കലും അവൾ കല്യാണം കഴിഞ്ഞ പെണ്ണാന്ന് അറിയുന്നില്ല, പിന്നെ അറിയണേ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണേ, പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി എന്നൊക്കെ അറിയുമ്പോൾ അപ്പോൾ ആ ഒരു ഇതെന്തായിരിക്കും, നമ്മളൊരു ചിന്താഗതി പെട്ടെന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അതുപോലെ ഞാൻ ഷമ്മാസിനാവോ? അതുപോലെ പിന്നീട് എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് എന്നെ വിവാഹം അന്വേഷിക്കുന്നത്, എന്നെ കെട്ടാൻ താല്പര്യപ്പെടുന്നത് എന്നറിയുമ്പോൾ ആ നുസൈബയുടെ ചിന്താഗതി എന്തായിരിക്കും? അതൊക്കെ നമുക്ക് ഈ കഥയിലൂടെ ശരിക്കും നമുക്ക് കാണാം. കാരണം അതൊന്നും ഒരിക്കലും സാധാരണ നോർമലായൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടി കല്യാണം കഴിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച പെണ്ണാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇനിയിപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും പേരെന്താണ്, പേര് കല്യാണം കഴിച്ച പെണ്ണ് എന്ന് തന്നെയാണല്ലോ. എന്തായാലും മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. പിന്നെ ഉമ്മാക്ക് അറിയില്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മരുമകളെയാണ് എൻ്റെ മോൻ ഷമ്മാസ് സ്നേഹിക്കുന്നതെന്ന് ഉമ്മാക്കും അറിയില്ല. ഒരു പക്ഷേ ഉമ്മാക്ക് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും നിങ്ങളെ ചിന്താഗതി? ഉമ്മ അതറിയുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട നുസൈബയാണ് എൻ്റെ ഷമ്മാസ് മോനെ കണ്ടുവച്ചിട്ടുള്ളത് എന്നറിയുമ്പോൾ ആ ഉമ്മാൻ്റെ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ളത് സഫമോളെ എൻ്റെ മേലാരെ നോക്ക്, മേൽക്കൊക്കെ ആരെ മേലെ നോക്കെ. അപ്പോൾ എന്തായിരിക്കും ഉമ്മയുടെ ചിന്താഗതി? അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾക്ക് തോന്നുന്ന കമൻ്റ് ഇടട്ടോ. ഈ ഒരു വിവരം അറിയുമ്പോൾ ഉമ്മാൻ്റെ ചിന്താഗതി എന്തായിരിക്കുന്നത്? ഉമ്മ അതിന് സമ്മതിക്കുമോ? അല്ലെങ്കിൽ എന്താ ഷമ്മാസേ ഈ വേറൊരു ആൾ കെട്ടിയ പെണ്ണിനാണല്ലോ ഈ പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഓനോട് ദേഷ്യപ്പെടുമോ? അതോ ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ? പഠിച്ചോനെ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച മരുമകളെ തന്നെ എൻ്റെ മോൻ കണ്ടുപിടിച്ചല്ലോ എന്ന് എന്നറിയുമ്പോൾ ഉമ്മാൻ്റെ അഭിപ്രായം എന്തായിരിക്കും? അത് ഈ സ്റ്റോറി കാണുന്നോലൊക്കെ ഒന്ന് അതിനെക്കുറിച്ചൊരു ആൻസർ പറയണം കേട്ടോ. കാരണം എന്താണെന്നുള്ളത് ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഉമ്മാക്ക് ദേഷ്യമായിരിക്കുമോ ഒക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് പറയണം. അപ്പോൾ നമ്മളെ പൂവൻകോഴി ഉഷാറായിട്ടൊന്ന് കൂവിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ അഭിപ്രായം പറയട്ടോ. പൂവൻകോഴി അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ ചിന്താഗതിന്ന്, എന്തായിരിക്കും ഉമ്മാൻ്റെ മനസ്സിലുള്ളത് എന്ന് ഒന്ന് നിങ്ങൾ പറയാം. നിങ്ങളെ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന്. ഇനിയിപ്പോൾ എന്തായാലും ഫൈസൽ അവളെ ഒഴിവാക്കി. കാരണം മറ്റൊന്നും അല്ലാതെ ഒഴിവാക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. കാരണം വെറുതെ ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണവുമില്ലാതെ. ഒരു പക്ഷേ എല്ലാം നല്ലതിനായിരിക്കും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. എല്ലാത്തിനുള്ള ആൻസർ നമ്മളെ കോഴി ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെ തന്നെ ആയാലും ഈ നുസൈബത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി കുറച്ചൊരു പക്ഷേ അവൾക്ക് ഫൈസലിനോടുള്ള ആ ഒരു സ്നേഹം കുറച്ച് കുറയും. ഫൈസൽക്ക് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു അറിയുമ്പോൾ അവൾക്ക് മനസ്സിൽ കുറച്ചുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പറയാണ്, എനിക്ക്
ഞാൻ എത്രമാത്രം സ്നേഹിച്ച ആളെന്നെ ഒഴിവാക്കിയല്ലോ, അപ്പം എന്നെ അത്രയൊന്നും ഇഷ്ടമല്ലല്ലേ ഫൈസൽക്കാക്ക് എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ നുസൈബാക്ക് ചെറിയൊരു കരുതലുണ്ടാവും. കാരണം ഇനിയിപ്പോൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹം എന്നെ ഇനി ഒരിക്കലും തിരിച്ചെടുക്കൂല, ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ എല്ലാം നല്ലതിനായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. നുസൈബയുടെ ചിന്താഗതിയൊക്കെ ഇനി മാറി ഇനി അവൾ റെഡിയാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം. അത് ഷമ്മാസിൻ്റെ കൂടെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും കാതോർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ബാക്കി സ്റ്റോറി നാളെ ഇവിടെ ഇട്ടാം ഇൻഷാ അല്ലാഹ്.